പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് ഇത്രയും കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ബർത്ത് റേറ്റിനകത്ത് 2 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തത്. അതായത് നമുക്ക് ആവശ്യമുള്ള അത്രയും കൗണ്ട് ആക്കി കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ നമ്മുടെ ലോഗോയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗോ ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ CUTZ മീഡിയയുടെ ലോഗോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അതിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ലോഗോയുടെ ലെയർ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ ലെയറിൻ്റെ തൊട്ട് മുകളിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ലോഗോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലോഗോനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രീകമ്പോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. അതിൽ മൂവ് ഓൾ ആട്രിബ്യൂട്ട് ഇൻ ടു ന്യൂ കമ്പോസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ലെയറിൽ ഓട്ടോ ട്രേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഗോയ്ക്ക് ചുറ്റിനും മാസ്ക് പോലെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ജസ്റ്റ് അതിൻ്റെ ടോളറൻസ് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം നമുക്ക് കാണാം നമ്മുടെ ലോഗോയിൽ തന്നെ ഒരു ഔട്ട്ലൈൻ പോലെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് അപ്ലൈ ടു ന്യൂ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കണ്ട, കാരണം നമുക്ക് നമ്മുടെ ലെയറിൽ തന്നെയാണ് ഇത് അപ്ലൈ ആവേണ്ടത്. ജസ്റ്റ് പ്രിവ്യൂ ഓൺ ആക്കിയിട്ട് നോക്കാം, ഓക്കെ കൊടുക്കാം. നമുക്ക് പാത്ത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓട്ടോ ട്രീസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സാബർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആണ് നമ്മൾ ഇതിനകത്തോട്ട് ഗ്ലോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ആ എഫക്റ്റ് കൊണ്ട് നമ്മുടെ ലോഗോ ലെയറിലോട്ട് ഇടുക. ഇപ്പം തന്നെ നമുക്കൊരു കാണാം ജസ്റ്റ് ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇനി കസ്റ്റമൈസ് കോറിൽ ചെന്നിട്ട് സാബർ മാറ്റി ലെയർ മാസ്ക് ആക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ലോഗോയുടെ ചുറ്റിനുമാണ് ഈ ഗ്ലോ വന്നേക്കുന്നത്. നമ്മുടെ ലോഗോ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പ്രീസെറ്റിനകത്ത് ആർക്ക് റിയാക്ടർ കൊടുക്കാം. നമുക്ക് കാണാം, അതായത് നമ്മുടെ ലോഗോ എങ്ങനെയായിരുന്നു, CUTZ മീഡിയയുടെ ലോഗോ എങ്ങനെയായിരുന്നു, അതിന് ചുറ്റിനും ഒരു ഗ്ലോ പോലെ വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ആനിമേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇനി ജസ്റ്റ് ഈ ലോഗോയ്ക്ക് ഒരു ആനിമേഷൻസ് കൊടുക്കാം. നമ്മൾ എൻഡ് ഓഫ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ് ആനിമേഷൻ കൊടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് അതിനെ ഒരു 0 എന്ന് പറഞ്ഞ 0 വാല്യൂലോട്ടാക്കാം. ഇത് പ്ലേ ചെയ്യുമ്പോൾ വർക്ക് ആയില്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ക്വാളിറ്റി ഒന്ന് കുറച്ചിട്ടാൽ മതി. ഞാൻ അതിൻ്റെ എൻഡ് ഓഫ്സെറ്റ് 0 കൊടുക്കണം. എന്നിട്ട് ഗ്ലോ ഇൻറ്റൻസിറ്റിയാണ് നമ്മളൊന്ന് കുറച്ചത്. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത ബ്ലൂവും ഇപ്പോൾ കൊടുത്ത ക്രിപ്റ്റോണൈറ്റിൻ്റെ കളറും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു മിക്സപ്പ്